നാടിൻ്റെ ഉത്സവശീലം എന്ന നിലക്ക് ആനയും അമ്പാരിയൊക്കെ വരുന്നുണ്ട് ചിലയിടത്ത്. അതിൽ പെട്ടതാണ് പുതിയങ്ങാടി നീർച്ച. കൊണ്ടോട്ടിയൊന്നും ആനയൊന്നും ഉണ്ടാകാറില്ല, മമ്പാട്ടും ഉണ്ടാകില്ല ആന, അതൊന്നും ഉണ്ടാകാറില്ല. ഇവിടെ സത്യക്കുടം ചൂടിക്കനെ പോവുള്ളൂ. അമ്പാരി പറഞ്ഞ് സത്യക്കുടം ചൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇവിടുത്തെ അമ്പാരി. ആനപ്പുറത്തുള്ള ആ രാജകീയ നിലയല്ല. അപ്പം ആ രീതിയിലുള്ള ആഘോഷങ്ങളിൽ ആനയെ പങ്കെടുപ്പിക്കുന്നത് ഉത്സവത്തിൽ കാണാൻ ചന്തമുള്ള ഒരു ജീവി എന്നുള്ള നിലക്കാണ്. അതിന് പ്രത്യേകം അങ്ങനെ തുമ്പി കൊണ്ട് രാട്ടനും പിടിച്ചവരും ഒക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ഒന്ന് കാണാനും പിടിച്ചാനും ഒക്കെ ആൾക്കാർ ഒരു സന്തോഷമാണ്. അപ്പം കാണാൻ സന്തോഷമുള്ള ആനയും അമ്പാരിയും വന്നത് കൊണ്ടായിട്ട് അത് മതപരമായി നിഷിദ്ധമല്ല, അതിനൊരു കുഴപ്പമില്ല. പിന്നെ ഉപദ്രവകാരിയാകുക എന്ന് പറഞ്ഞാൽ മനുഷ്യനതിനെ ഉപദ്രവിക്കുമ്പോഴാണ് ഉപദ്രവിക്കുക, അല്ലാതെ ആ ജീവി അങ്ങനെ ഉപദ്രവിക്കില്ല. പുസ്തകത്തിൽ ആന ഉപദ്രവകാരിയല്ല. അതിനങ്ങോട്ട് ഉപദ്രവിച്ചാൽ ബെറലെടുത്തിട്ട് ഒന്നായിട്ട് ദേഷ്യം പിടിച്ചാലേ അത് ചെയ്യുള്ളൂ, എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ചെയ്താൽ. അപ്പം സാധാരണ മറ്റേത് മൃഗത്തെ അവിടെ കൊണ്ടുവരാൻ കാലിനെ കൊണ്ടുവരാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും മൃഗത്തെ അവിടെ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പം ഇതിന് പറ്റിയ സമാധാനപരമായിട്ട് ഈ ആഘോഷത്തിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു മൃഗം ആന തന്നെ ആയതുകൊണ്ടാണ് നമ്മളെ നീർച്ചക്കും ഹിന്ദുക്കളുടെ ഉത്സവത്തിനെന്ന പോലെ ആന വന്നത്. ഹിന്ദുക്കളുടെ ഉത്സവത്തിൻ്റെ ആനയാണ്, അതുകൊണ്ട് നീർച്ചക്ക് പറ്റൂല എന്ന് പറയുന്ന ഒരു നിയമം ഇസ്ലാമികമല്ല. അങ്ങനത്തെ ഇസ്ലാമിൽ പറയാൻ പറ്റില്ല. കാണാൻ ചന്തത്തിന് വേണ്ടി ആനയെ ആഘോഷപൂർവ്വം എഴുന്നള്ളിക്കുക എന്ന് പറയുന്നതും അനിസ്ലാമികമല്ല, അത് ഇസ്ലാമിന് വിരുദ്ധമല്ല, നിഷിദ്ധമല്ല. കാണാൻ ചന്തമുള്ള അങ്ങനത്തെ സംഗതികളൊക്കെ പറ്റും. അപ്പം ആ രീതിയിൽ അതുമാത്രമായൊരു നിഷിദ്ധം എന്ന് പറയാനില്ല. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഒരു പുരോഹിതന്റെ ന്യായീകരണമാണ്. ആന എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ചന്തമുള്ള ജീവിയാണ്, അതുകൊണ്ട് അത് മതപരമായി നിഷിദ്ധമൊന്നുമല്ല. പിന്നെ ആന ആരെയും ഉപദ്രവിക്കൂല എന്നാ പറയുന്നത്. ഇയാൾ ഏത് ലോകത്താ ജീവിക്കുന്നത് എന്നറിയില്ല. എന്നിട്ട് ഇയാൾ പറയണ ആനയല്ലാതെ വേറെ ഇതിന് പറ്റിയ വേറൊരു മൃഗവും ഇല്ല, അതുകൊണ്ട് ആനയെ എഴുന്നള്ളിക്കുന്നത് അനിസ്ലാമികമൊന്നുമല്ല, എല്ലാവരും ആനയെ കൊണ്ടുവന്നോളിന്നാ പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ആശയധാരയിലുള്ളവരാണ് ഈ ന്യായീകരണം കൊടുക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ടാണ് കമ്മിറ്റിക്കാര് ഈ നേർച്ചകളിലേക്ക് ആനയെ കൊണ്ടുവരുന്നത്.